അനുസരിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അപ്പം എന്താ തിരഞ്ഞെടുക്കേണ്ടത്? ജീവനെ. ജീവൻ എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സോയി, പലർക്കും അറിയാം, നിത്യജീവനാണ്. സോയി മീൻസ് എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ് മീൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ലൈഫ് ഓഫ് ഗോഡ്. ദൈവിക രാജ്യത്തുള്ള പങ്കാളിത്തമാണ് എറ്റേണൽ ലൈഫ്. സോയി എന്ന ശാസ്ത്രം ഉണ്ടായിട്ടുള്ളത്. ബയോസ് എന്നാണ്. ബയോസ് മീൻസ് ഫിസിക്കൽ ലൈഫ്. മർത്യമായ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവനാണ്, നശിച്ചു പോകുന്ന ജീവനാണ്. നമുക്ക് വേണ്ടത് നിത്യജീവനാണ്. അതുകൊണ്ട് ജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിക്കട്ടെ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ ഇപ്രകാരം കൽപ്പിക്കുന്നു: ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വഴി അത് ഇടുക്കവും, വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ലോകപ്രകാരം അറിവ്, വിദ്യാഭ്യാസം, ജോലി, പദവി, കുറേ സമ്പത്തുകൾ, അതൊക്കെയാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നു, ഇടുക്കുവാതിലൂടെ കടപ്പീൻ. കഷ്ടതയും പ്രയാസവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം നിരാശപ്പെടാറുണ്ട്. കഷ്ടത എൻ്റെ അവകാശമാണ്, എൻ്റെ കഷ്ടത എൻ്റെ ദൈവം എനിക്ക് അറിഞ്ഞുകൊണ്ട് നൽകിയതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തരുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനം, ത്യാഗം, അധ്വാനം, സന്തോഷ ഉല്ലാസങ്ങളുടെ നിയന്ത്രണം, ഇവയെല്ലാം ഞെരുക്കങ്ങളുടെ വഴികളുടെ പ്രത്യേകതയാണ്. ഞെരുക്കങ്ങൾ ആകുന്ന വഴിയുടെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ്? സഹനം, ക്ഷമ, ത്യാഗം, സന്തോഷ ഉല്ലാസങ്ങളുടെ നിയന്ത്രണം. അതൊക്കെ ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനും കൂടുതൽ ദൈവസ്നേഹത്തിൽ അടുത്തു വരുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു വാക്യമുണ്ട്. അവിടെ ഇപ്രകാരം പറയുകയാണ്: യഹോവയാദൈവം അരുളി ചെയ്യുന്നു, യഹോവ നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കയില്ല. നിന്റെ കർത്താവിന്റെ കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ യാത്ര ചെയ്യുമ്പോൾ മകനെ, മകളെ, ഇതാകുന്നു വഴി, ഇതിലേക്കൂടെ യാത്ര ചെയ്യുവീനെന്ന് പിമ്പിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുവാനിടയാകും. ഇത്ര മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കുടുംബജീവിതം നയിക്കുമ്പോൾ, പഠനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുവാനിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, എന്ത് അസ്വസ്ഥത, തലവേദന വന്നാലും പനി വന്നാലും എന്തെല്ലാം വന്നാലും ഞാൻ പഠിക്കും. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ബുദ്ധി തരും. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കഴിവ് തരും. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകും. ഈ ഒരു വലിയ പ്രത്യാശയോടെ നാം പഠിക്കണം. അതുകൊണ്ട് ഓർക്കണം, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. നാം യാത്ര ചെയ്യുമ്പോൾ, ജീവിതയാത്രയിൽ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ പരിശുദ്ധ മാധ്യസ്ഥത ഉണ്ടാവാതൊരു മനസ്സുകൊണ്ട് എപ്പോഴും നമ്മോട് കൽപ്പിക്കുന്നത്, പ്രായമുള്ള എൻ്റെ ശ്രേഷ്ഠരായ എല്ലാവരുടെയും ചെവികളിൽ മുഴങ്ങിക്കാണും, ആരാണ് സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ യാത്രാ സംഘമാണ് നാം. ജീവിതം ഒരു യാത്രയാണ്. പിതാവിൻ്റെ ഭവനം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ അനേകം നമ്മെ രസിപ്പിക്കുന്ന,
നമ്മെ ഇക്കിളിപ്പെടുത്തുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ കാണും. മയങ്ങിപ്പോകരുത്. പരസ്യവും പുറംപുച്ഛം കണ്ട് മയങ്ങിപ്പോകരുത്. ഇതാകുന്നു ജീവിതമെന്ന് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി ഞാനും എൻ്റെ കുടുംബവും ജീവിക്കും. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള വിവേക ശക്തി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥന 2-3 ആഴ്ച കൊണ്ട് ഞാൻ അവർക്ക് എടുക്കുന്ന ക്ലാസ് ആവർത്തന പുസ്തകം 6-ാം അധ്യായമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കുന്നെങ്കിൽ മാതാപിതാക്കളുടെ ചുമതല എന്നാണ്. ദൈവപുരുഷനായ മോശ ഇസ്രായേൽക്കാരെ എന്ന് പഠിപ്പിച്ച ഒരു പാഠഭാഗമാണ്. മോസസ് ടീച്ചേഴ്സ് ഇസ്രായേൽ ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവപുരുഷനായ മോശ ഇസ്രായേൽക്കാരെ പഠിപ്പിച്ചു. അക്കമിട്ട് അവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ സാധിക്കണം. ലക്ഷ്യം തെറ്റിപ്പോകരുത്. ട്രാക്ക് തെറ്റിയാൽ ശരിയായ പാതയിലെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ ശരിയായ പാത തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. ട്രാക്ക് തെറ്റി ഓടിയാൽ നീതിയുള്ള ന്യായാധിപൻ നീതിയുള്ള കിരീടം നമുക്ക് നൽകുകയില്ല. സമ്മാനം എല്ലാവരും ആഗ്രഹിക്കും. സമ്മാനം ഇപ്പം ഞാൻ ഭവന സന്ദർശനം നടത്തുമ്പം എത്രയോ ഷോക്കേസിനകത്ത് തിങ്ങി നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ സമ്മാനങ്ങളൊക്കെ. സമ്മാനം ലഭിക്കണമോ? ട്രാക്ക് തെറ്റാതെ ഓടണം. എൻ്റെ യേശുവപ്പച്ചൻ എനിക്ക് വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം, ആ നീതിയുടെ ന്യായാധിപനായ എൻ്റെ യേശുവപ്പച്ചൻ എനിക്ക് തരും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നാം ജീവിക്കണം. വിശുദ്ധിയോടെ ജീവിക്കണം. ഉത്സാഹത്തോടെ പഠിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം. നല്ല ശ്രദ്ധ, ജാഗ്രത കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അനേക പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. സുന്ദര പുരുഷനായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ബാലൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഹൃദയത്തിലെടുത്ത തീരുമാനമാണ്. അരുതാത്തൊന്നും ഞാൻ കഴിക്കുകയില്ല, അരുതാത്തൊന്നും ഞാൻ ആരും തന്നാലും വലിക്കുകയില്ല, വായിലിട്ട് ചവയ്ക്കുന്ന ആരും തന്നാലും ഞാൻ എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് തരും, അത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. ദാനിയേൽ ബാലൻ്റെ വലിയ ഒരു തീരുമാനമാണ്. അവിടെ അടിവരിട്ട് പറയുകയാണ്, അവൻ ദാനിയേൽ ബാലൻ ഹൃദയത്തിൽ തീരുമാനിച്ചു എന്നാണ്. ഹൃദയത്തിൽ തീരുമാനിക്കണം, എനിക്കത് വേണ്ട. എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റാരുടെ കുറ്റം ഞാൻ പറയുകയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഒരു റോൾ മോഡലായി ജീവിക്കും. ദാനിയേൽ ബാലൻ്റെ തീരുമാനം എത്രമാത്രം സുന്ദരമായിരുന്നു, എത്രമാത്രം മനോഹരമായിരുന്നു. അതുകൊണ്ടെന്താ, ദാനിയേൽ ബാലനെ പിന്തുടർന്ന ആ 3 കുഞ്ഞുങ്ങൾ അവരും സ്വർഗീയമായ സന്തോഷത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. രാജാവിൻ്റെ സുഖഭോഗങ്ങളും രാജാവിൻ്റെ ആ വലിയ മേശയിലെ ഭക്ഷണ സാധനങ്ങളും കുടിക്കുന്നതുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ദാനിയേൽ ബാലൻ ആ കുഞ്ഞുങ്ങളും, അല്ലേ, നമുക്ക് ആ കഥകൾ അറിയാം. തീച്ചൂളയിലിട്ടപ്പോൾ പോലും രക്ഷ പ്രാപിച്ചു. ഓർക്കണം, സിംഹത്തിൻ്റെ കുഴിയിലിട്ടപ്പോഴും സിംഹത്തിൻ്റെ വായ തമ്പുരാൻ അടപ്പിച്ചു. ഇത്ര വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് രക്ഷപ്പെടണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം എല്ലാവരും മനസ്സിൽ കുറിച്ചേണ്ട വാക്യമാണ്. ദ ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 14, 17-14. യഹോവേ, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ജീവന്റെ വഴി തിരഞ്ഞെടുത്ത് രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ജീവിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ദാനിയേൽ ബാലൻ അപ്രകാരം ജീവിച്ചതുകൊണ്ട് ദാനിയേലിനെ തമ്പുരാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം
19 വാക്യം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുരുഷ ദാനിയേലേ, നീ ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്ക. കാളും കോളുമൊക്കെ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ആരാണ് എന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് നെട്ടോട്ടം നോക്കുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഭയപ്പെടേണ്ട. ദാനിയേൽ ബാലനോട് തമ്പുരാൻ പറഞ്ഞ വചനം എൻ്റെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. പ്രിയ പുരുഷ ദാനിയേലേ, നീ ഭയപ്പെടേണ്ട, എനിക്ക് നിന്റെ സമാധാനം, നീ ബലപ്പെട്ടിരിക്ക. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിൽ ദൈവത്തോടു കൂടെ നമുക്ക് യാത്ര ചെയ്യാം, ലക്ഷ്യപ്രാപ്തിയിൽ ചെന്നെത്താം.